നമസ്കാരം, ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള AGT ഡയറി ഫാമിലെ കാഴ്ചകളുമായിട്ടാണ്. ഏകദേശം 30ഓളം പശുക്കളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന വലിയൊരു ഫാമാണ് AGT ഡയറി ഫാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് സുജ എന്ന് പറഞ്ഞൊരു വീട്ടമ്മയാണ്. അപ്പം സുജ ചേച്ചിയുടെ പശു പരിപാലന രീതികളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പേര് സുജ. ഞാൻ AGT ഫാമിൽ, എൻ്റെ സ്ഥലം പുത്തൻപീടികയാണ്. ഡയറി ഫാം തുടങ്ങിയ അന്ന് മുതൽ ഞാനുണ്ട് ഇവിടെ. എൻ്റെ എല്ലാം നോക്കി നടത്തുന്നത് ഞാൻ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പോകുന്നത്. നമുക്കിവിടെ ഇപ്പോൾ എത്ര പശുക്കളുണ്ട്? ഇവിടെ ഇപ്പം മൊത്തം 30 പശുവുണ്ട്. 30 പശുവിൽ 28 പശു കറവയുണ്ട്. ബാക്കി ഒരു 2 എണ്ണം ചെനയായിട്ട് നിൽക്കുന്നു. പിന്നെ പാലൊക്കെ നല്ല ഒരു ദിവസം 300 ലിറ്റർ പാല് നമുക്കുണ്ട്. രാവിലെ ഒരു പകുതിയേറെ പാൽ, അതായത് ഒരു 150 ലിറ്റർ പാലോളം നമ്മൾ വീട്ടുകളിലും ഒക്കെ ആയിട്ടാണ് കൊടുത്തു പോകുന്നത്. ഇവിടെ നമ്മൾ പാലിന്റെ വിൽപ്പന മാത്രമേ ഉള്ളൂ, അത് നമ്മൾ തൈരായിട്ടില്ല, തൈര് നെയ്യൊന്നുമില്ല. പാല് തന്നെ ഓൾറെഡി എല്ലാം വീട്ടുകളിൽ തന്നെ പോകുന്നുണ്ട്. നമുക്കങ്ങനെ പാല് മീഡിയില്ല, തൈരാക്കാനൊന്നുമില്ല. നമുക്ക് വിപണനത്തിന് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പശുക്കളുള്ള ഏറ്റവും കൂടുതൽ ഏത് ഇനത്തിൽപ്പെട്ട പശുക്കളാണ്? HF ഉണ്ട്, ജേഴ്സി ഉണ്ട്, പിന്നെ നാടൻ പശുവുണ്ട്. പാല് കൂടുതലും കിട്ടുന്നത് HF നിന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പശുവിന്റെ ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? അവിടെ തുടക്കത്തിൽ ഫാമിൽ പശുക്കൾ എവിടെ നിന്നാണ് വാങ്ങിച്ചതെല്ലാം? നമ്മൾ ഇവിടെ നിന്ന് തന്നെ പെരുമ്പാവൂര്, അങ്ങനെ തിരുവനന്തപുരം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്, തമിഴ്നാട് ഏരിയയിൽ നിന്നൊക്കെയാണ് നമ്മൾ പശുവിനെ കൊണ്ടുവന്നേക്കുന്നത്. തുടക്കത്തിൽ എത്ര പശു ഉണ്ടായിരുന്നു? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 11-12 പശുവിനെ കൂടെയാണ് നമ്മൾ തുടക്കം തുടങ്ങിയത്. ഈ ഫാമിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് പശുക്കളെ ചനയുള്ളതിനെ വാങ്ങിച്ചു തുടങ്ങുമായിരുന്നു? അതോ ചനയുള്ളതിനെ നമ്മൾ കുറച്ച്, ബാക്കിയുള്ളതിനെയൊക്കെ നമ്മുടെ ഇവിടെ നിന്നതിനെയൊക്കെ കുത്തിവെച്ചു, അങ്ങനെയാണ് ചന പിടിപ്പിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ പശുക്കൾക്കുള്ള തീറ്റക്രമവും കാര്യങ്ങളും എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഒരു 6-8 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് മൊത്തം പുല്ല് നട്ടിരിക്കുകയാണ്. നമുക്ക് പുല്ല് നമ്മുടെ വസ്തുവിനകത്തു നിന്ന് തന്നെ പുല്ല് കണ്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ. തീറ്റപ്പുല്ല് അല്ലാതെ വേറെ വേറെ തീറ്റ, കാലത്തീറ്റ കൊടുക്കുന്നേ ഉള്ളൂ. പുല്ലായിട്ടുള്ളത് പുല്ല് തന്നെ അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ കച്ചി കൊടുക്കുന്നുണ്ട്. കച്ചി നമ്മൾ രാവിലെ ഒരു നേരം കച്ചി, ഒരു നേരം പുല്ലുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. പിന്നെ തീറ്റ KS ഉണ്ട്, പിന്നെ പരുത്തിയുണ്ട്, പിന്നെ ബിയർ വേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ്, പിന്നെ ഓസോമിൽ കാൽസ്യം ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയാണ് നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഫാമിൻ്റെ കൂട് നിർമ്മാണം അത് ഏത് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മൾ വായുസഞ്ചാരമുള്ള നല്ല ഇതിലാണ് നമ്മൾ തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതുങ്ങൾക്ക് കുടിക്കാൻ ഫുൾ സമയവും പിന്നെ തൊട്ടിയിൽ വെള്ളം വെച്ചിരിക്കും, അതുങ്ങൾ കുടിക്കാൻ. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഫാൻ ഇട്ടിട്ടുണ്ട്, ഫുൾ സമയം ഫാനുണ്ട്. പിന്നെ മാറ്റ്, നിങ്ങൾക്ക് കിടക്കാനുള്ള മൊത്തം മാറ്റുകളുണ്ട്. അതിലാണ് നിങ്ങൾ കിടത്തുന്നതൊക്കെ. പിന്നെ കിടാക്കളെ, ചെറിയ കിടാക്കളുണ്ട്. നിങ്ങളെ നമ്മൾ മൂരിക്കിടാക്കളെ മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത്. ബാക്കി പശുക്കിടാക്കളെ നിർത്തുന്നുണ്ട് നമ്മുടെ ഇവിടെ. നമുക്കിവിടെ കിടാക്കളെ അന്വേഷിച്ച ആൾക്കാർ വരാറുണ്ടോ? ഉണ്ട്, പശുക്കിടാക്കളെയും മൂരിക്കിടാക്കളെ അന്വേഷിച്ച് വരാറുണ്ട്. നമ്മൾ മൂരിക്കിടാവിനെ മാത്രമേ കൊടുക്കത്തുള്ളൂ. പശുക്കിടാവിനെ നമ്മൾ നിർത്തി വലുതാക്കുകയാണ് ചെയ്യുന്നത്. ചേച്ചി, നമ്മുടെ AGT ഡയറി ഫാമിൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തനം എങ്ങനെയാണ്? ഇവർ തന്നെ രാത്രി 2 മണിക്ക് 1:30-2 മണിയാകുമ്പോൾ എഴുന്നേൽപ്പിച്ച് ചാണകം മാറ്റി കഴിഞ്ഞ് മൊത്തം പശുക്കളെ നല്ല വൃത്തിക്ക് തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കറവ് തുടങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ പാല് മൊത്തം പുറത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ള അടുത്ത തീറ്റ കൊടുക്കാനുള്ള വെള്ളം, തീറ്റ, പുല്ല് ഇതെല്ലാം 8 മണി 8:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ പ്രവർത്തനം എല്ലാം രാവിലത്തെ കഴിയും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ വീണ്ടും സ്റ്റാർട്ടിങ് തുടങ്ങും. 12 മണിക്ക് ഇതുപോലെ തന്നെ അവർ വന്ന് പിന്നെ ചാണകമെല്ലാം മാറ്റി പിന്നെ കുളിപ്പിച്ച് തുടങ്ങും. അങ്ങനെ വൈകിട്ടത്തെ ഒരു 3-3:30 ആകുമ്പോഴത്തേനും ഇവിടുന്ന് പാലുകൾ മൊത്തം പുറത്ത് പോയി കഴിയും. പിന്നെ ഇവരുടെ പണി കഴിയുമ്പോഴത്തേക്കും 5:30 ആകുമ്പോഴത്തേനും ഇവിടുന്ന് വൈകിട്ടത്തെ പ്രവർത്തനം കഴിയും. നമുക്ക് ഇത്രയും നാൾ ഈ പശുവിനെ വളർത്തിയിട്ട് ഇതിന് നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ച് കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള അസുഖമായിട്ട് ചെറിയ പനികളെ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, കുഴപ്പമില്ല. ചേച്ചി, നല്ലൊരു ഡയറി ഫാം നല്ല രീതിയിൽ നമുക്ക് വിജയത്തിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ട് നമ്മുടെ ഇതിനുള്ള തീറ്റയാണ്. മെയിനായിട്ട് പുല്ലാണ് മെയിൻ വിഷയം. ചിലരൊക്കെ ആണെങ്കിൽ ഈ പുല്ല് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കും. നമുക്കന്നേ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പുല്ല് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ഏക്കറിന് വസ്തുവിനകത്ത് കണ്ടിക്കാനുണ്ട്, അതുകൊണ്ട് കൊടുക്കും. പിന്നെ മറ്റുള്ള തീറ്റ, ഇതിൻ്റെ കാലത്തീറ്റ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പിണ്ണാക്കിനെ കുറച്ചുകൊണ്ട് ബിയർ വേസ്റ്റ്, അങ്ങനെയുള്ള ചോളം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
അങ്ങനെയൊക്കെയാണ് നമ്മളെ കുറച്ച്. പിന്നെ ഇതിനെ പരിചരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പരിചരിക്കണം, എപ്പോഴും വൃത്തിയായിരിക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി അസുഖങ്ങളൊക്കെ കുറവ് മാറി നിൽക്കും. അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഏതിനം പശുക്കളെ വെച്ചിട്ടായിരിക്കും ഫാം തുടങ്ങുന്നത് നല്ലത്? നമ്മൾ തുടക്കത്തിൽ HF തന്നെ വെച്ച് തുടങ്ങുന്നത് നല്ലതാണ്. പിന്നെ ജേഴ്സി നല്ലതുമാണ്. ഇത് രണ്ടും വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ നാടൻ അത്ര ഇതില്ല, അത് നമുക്ക് വീട്ടുകളിൽ വളർത്താനുള്ളൊക്കെ അത് ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഇതൊക്കെയാണെങ്കിൽ HF ആണ് ഏറ്റവും നല്ലത്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈ പാലിൻ്റെ വിപണനത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളിവിടെ പാല് വിൽക്കുന്ന എത്ര റേറ്റിലാണ് വിൽക്കുന്നത്? നമ്മളിപ്പോൾ 54 രൂപ വില വെച്ചാണ് നമ്മൾ പാല് കൊടുക്കുന്നത്. അങ്ങനെ 54 രൂപയ്ക്ക് നമുക്ക് പാൽ ഇവിടെ തേഞ്ഞു പോകുന്നില്ല. അതിൽ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ പാല് കൊണ്ടുപോകുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ നമ്മൾ ഇവിടെ ഫാമിൽ പശുക്കൾക്ക് എന്തെല്ലാം തരത്തിലുള്ള വാക്സിനേഷൻസ് ആണ് എടുക്കുന്നത്? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുളമ്പ് രോഗത്തിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. അതിന് പിന്നെ അതിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഇവിടെ മൊത്തം പശുക്കൾക്കും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കിടാവിനാണെങ്കിൽ തന്നെ കിടാക്കൾക്കാണെങ്കിലും നല്ല പരിചരണമുണ്ട്. കന്നുകുട്ടി പരിപാലനം എന്ന് പറഞ്ഞതുണ്ട്. അതിന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി നിരക്കിൽ തീറ്റ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു പശുവിനെ എത്ര തവണ വരെ നമ്മൾ ഇത് ചെയ്യാറുണ്ട്, കറവെടുക്കാറുണ്ട്? എത്ര കറവ നിർത്താറുണ്ട്? ഒരു 4-5 കറവ് വരെയൊക്കെ നമ്മൾ നിർത്താറുണ്ട്. നമുക്ക് ഇവിടെ എത്ര പണിക്കാരാണ് നിലവിൽ നമ്മുടെ ഡയറി ഫാമിലുള്ള? അകത്ത് തന്നെ 2 പേരേ ഉള്ളൂ. അത് നമ്മൾ ആൾക്കാരെ എത്രയും കുറയ്ക്കുന്നോ അത്രയും നമുക്ക് ലാഭമേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ കുഴപ്പമുണ്ടാകും. ആൾക്കാരെ കൂട്ടുകയും നമ്മൾ നഷ്ടം സംഭവിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 30 പശു ഉള്ളതിൽ 2 പേരാണുള്ളത്. 2 പേര് തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കി പോകുന്നുണ്ട്. നമ്മുടെ പാലിൻ്റെ വിപണനത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് നമ്മൾ മിൽമ അല്ലെന്നല്ല സൊസൈറ്റി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? സൊസൈറ്റി നമുക്ക് അങ്ങനെ കൊടുക്കത്തില്ല. പറയാൻ കാര്യം നമുക്ക് സൊസൈറ്റിയുടെ ഒരു ലേബർ കുറവാണ്, ചാർജ് കിട്ടുന്ന കുറവാണ്. അതുകൊണ്ട് നമ്മൾ മൊത്തം പാലും വീട്ടുകളിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് സബ്സിഡിയും അല്ലാതെ തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാറുണ്ട്? സബ്സിഡിയൊക്കെ കിട്ടും. തീറ്റയും സബ്സിഡി ആയിട്ട് കിട്ടും. പാല് കൊടുത്താൽ നമുക്കങ്ങനെ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് നല്ല ഇതുണ്ടാവും, ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. എല്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. ചേച്ചി, ഇപ്പം പുതിയതായിട്ട് ഒരാൾ ഡയറി ഫാം തുടങ്ങി, എങ്ങനെ വിജയിപ്പിക്കാം? അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ തുടങ്ങാൻ പറ്റും? നമ്മൾ ആദ്യം മൊത്തം പശുവിനെ വാങ്ങിച്ച് നിർത്തുകയല്ല ചെയ്യേണ്ടത്. ആദ്യം 1, 2 അല്ലെങ്കിൽ 4, 5 പശുവിനെ വാങ്ങിച്ച് നിർത്തി അതിനകത്തുനിന്ന് വരുമാനം എടുത്ത് വേണം നമ്മൾ മറ്റുള്ള ഇതിന് പരിചരണം തുടങ്ങാൻ വേണ്ടി. അല്ലാതെ നമ്മൾ അതിനകത്തുനിന്ന് അതിനെ നോക്കി അതിനെ സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നമ്മൾ ചനപ്പശുവിനെ വാങ്ങിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കറവ എടുത്തിട്ട് അതിനകത്തുനിന്ന് ആദായം കൂടെ കിട്ടി വേണം തീറ്റി കൊടുക്കാനും എല്ലാം അതിനകത്തുനിന്ന് തന്നെ വേണം ചെയ്യാൻ. അങ്ങനെ ഓരോന്നിനും നമ്മൾ കൂട്ടി പിന്നെ നിർത്തി നമ്മൾ ഇത്രയും നാളും കറവ എടുത്തിട്ട് പിന്നെ ഇതിനെ ഒരു 1-1.5 മാസം ആകുമ്പോൾ വീണ്ടും വാക്സിൻ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ചന വെടിപ്പിച്ച് അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഡയറി ഫാമിൽ നിന്ന് പാലിൻ്റെ വിൽപ്പന അല്ലാതെ വേറെ ഏതെല്ലാം രീതിയിലാണ് വരുമാനം കാണുന്നത്? വേറെ നമ്മൾ ഇതിൻ്റെ ചാണകമുണ്ട്. ചാണകം ഉണക്കി നമ്മൾ വിൽക്കാറുണ്ട്. പലയിടത്തുനിന്നും ആൾക്കാർ വിളിച്ച് നമ്മുടെ അടുത്തുനിന്ന് ചാണകപ്പൊടി വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. നമ്മളൊരു ചാക്കിന് 200 രൂപ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നല്ലത്. പിന്നെ നമ്മുടെ മൂത്രം നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് കൃഷിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പശുവിൻ്റെ തന്നെ പരിപാലനം ഞങ്ങൾക്ക് കൃഷിയുണ്ട്. പിന്നെ ആടിൻ്റെ ഇതുണ്ട്, കൃഷിയുടെ കാര്യങ്ങൾ, നമ്മൾ കോഴിയുണ്ട്. അതെല്ലാം വളർത്തുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഇതെല്ലാം ഉപകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കുഴപ്പമില്ലാത്ത